ആസാദ് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് 2021 പർച്ചേസ് ചെയ്യൂ, ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. നഗരത്തിലെ CCTV ക്യാമറകൾ പ്രവർത്തന സജ്ജമായി. ഒരു വർഷത്തോളമായി പ്രവർത്തനരഹിതമായ ക്യാമറകളാണ് പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തന സജ്ജമാക്കിയത്. വ്യാഴാഴ്ച ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. നഗരത്തിൽ നിരന്തരമായി ഉണ്ടാകുന്ന മോഷണങ്ങളും അക്രമങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ വിവിധ സംഘടനകളും വ്യാപാരികളും പ്രതിഷേധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. തിരൂർ, താഴെപ്പാലം, സെൻട്രൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മാജിക് ക്രിയേഷൻസ് പെരിന്തൽമണ്ണയുടെ മേൽനോട്ടത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പ്രവർത്തിച്ചു തുടങ്ങിയ ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് നിരീക്ഷിക്കാം. ഇതോടെ നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന മോഷണങ്ങൾക്കും ആക്രമണങ്ങൾക്കും തടയിടാനാകും. വ്യാഴാഴ്ച ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരവധി മോഷണങ്ങളും അക്രമങ്ങളുമാണ് തിരൂർ നഗരം കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. തിരൂർ മുനിസിപ്പാലിറ്റി സ്ഥാപിച്ച ക്യാമറ നാളെ മുതൽ വർക്കിംഗ് ആണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിന് മുന്നേ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മുടെ ഷോപ്പിൽ കള്ളൻ കയറിയിട്ട് ഈ ക്യാമറൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഷോപ്പ്. അപ്പോൾ നമുക്ക് കള്ളനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നാളെ മുതൽ അത് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മിക്ക കേസുകളിലും തുമ്പുണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം ദൃശ്യങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ലോക്ക്ഡൗണിൽ കള്ളന് കയറിയ ഒരു കടൻ്റെ അകത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ആ കള്ളനെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ക്യാമറൻ്റെ തൊട്ട് താഴായിട്ടാണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ വളരെയധികം സന്തോഷപ്പെടുന്നത് നാളെ മുതൽ ആ ക്യാമറ തിരൂരിന് സുരക്ഷിതത്വം ഒരുക്കുന്നുള്ള ഒരു കാര്യത്തിലാണ്. അടഞ്ഞ ക്യാമറ കണ്ണ് തിരൂരിലുണ്ടാകുമ്പോൾ തുറന്ന ക്യാമറ കണ്ണുമായി നിരന്തരം ഇതിൻ്റെ ബാക്കിൽ ഇറങ്ങി തിരിച്ച നമ്മുടെ തിരൂരിലെ മാധ്യമ സുഹൃത്തുക്കൾക്കാണ് ഈ കാര്യത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ തിരൂരിൽ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിയും ചെയർപേഴ്സണൊക്കെ നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ വളരെ ആ സമയബന്ധിതമായിട്ട്, കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിനൊരു വാർത്ത ചെയ്തിരുന്നു. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. അപ്പോൾ കച്ചവടക്കാരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ ക്യാമറൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു. ആ വാർത്ത നമ്മുടെ ചെയർപേഴ്സണും അതുപോലെ തന്നെ സെക്രട്ടറിയൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ടൗണിന് ഉപകാരപ്രദമായ രൂപത്തിൽ കമ്മീഷൻ ചെയ്യുന്നു പറഞ്ഞിരുന്നു. നഗരം കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയ സംഘത്തിന്റെ പ്രവർത്തനവും സജീവമാണ്. അക്രമങ്ങളും മോഷണങ്ങളും കൊണ്ട് പൊറുതിമുട്ടിയ വ്യാപാരികളും പൊതുജനങ്ങളും പ്രതിഷേധമായി തെരുവിലിറങ്ങിയതിനെ തുടർന്നാണ് വേഗത്തിൽ നടപടി ഉണ്ടായത്.